അഡിക്ഷൻ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. അപ്പോൾ ഡോപ്പമിനാണ് നമുക്കൊരു ഹൈ തരുന്നൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ഒരു ഹോർമോൺ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചോക്ലേറ്റ് കഴിക്കുന്നു, നമുക്ക് ഹാപ്പിനെസ് വരുന്നു. അപ്പോൾ ഒരു ചോക്ലേറ്റ് കഴിക്കുമ്പോൾ തലച്ചോറിൽ ഡോപ്പമിൻ ഒരു 10 എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആൽക്കഹോൾ കഴിക്കുന്ന സമയത്ത് ഡോപ്പമിൻ കുറച്ചും കൂടി കൂടും. അതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടി ചോക്ലേറ്റിനെക്കാട്ടും സന്തോഷം ആൽക്കഹോൾ തരുന്നത്. അപ്പോൾ ആൽക്കഹോൾ കഴിക്കുന്ന സമയത്ത് ഡോപ്പമിൻ ഒരു 100 എന്നുള്ള ലെവലിലോട്ട് എത്തുന്നു. പക്ഷേ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഡോപ്പമിൻ കുറച്ചും കൂടി കൂടും, ഒരു 200 to 300 ആവും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുക സ്മോക്കിങ്ങിനാണ് ആസക്തി ആൽക്കഹോളിനെക്കാട്ടും പലപ്പോഴും കൂടുതൽ എന്നുള്ളത്. ഇനി നോക്കുക, കഞ്ചാവാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് പൊടുന്നനെ ഡോപ്പമിൻ ഒരു 30,000 മുതൽ 40,000 വരെ എത്തും. അതുകൊണ്ടാണ് കഞ്ചാവ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അമിതമായിട്ടുള്ള ഒരു ആവേശം അതുപോലെ തന്നെ ഹൈ കിട്ടുന്നത്. അതുപോലെ തന്നെ MDMA അതായത് സ്റ്റിമുലൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഡോപ്പമിൻ്റെ അളവ് എന്ന് പറയുന്നത് 2 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ആവാം. അതായത് ഒരു സർജ് ഓഫ് ഡോപ്പമിൻ നമ്മുടെ തലച്ചോറിൽ അനുഭവപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കഞ്ചാവ് അതുപോലെ തന്നെ MDMA ഇങ്ങനെയുള്ള പദാർത്ഥങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ക്രേവിങ്, അതായത് അത് വേണം എന്നുള്ള തോന്നൽ. അതുകൊണ്ടാണ് അത് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് വേണമെങ്കിലും കുട്ടികൾ ചെയ്യുന്നതായിട്ടുള്ളൊരു പ്രവണത കാണുന്നത്.